Tamils have questioned the mainstream Hindu chauvinist, Hindu nationalist narrative right from the beginning for more than 100 years. Tamil Nadu is the birthplace of an organized non-Brahmin movement. Tamil Nadu is the birthplace of the first kind of real reservation for backward castes. The first place where you have had a strong non-Congress government. For now, it's going to be now nearly 60 years since the Dravidian movement came to power. But all these things. എന്താണ് KLF എങ്ങനെയുണ്ട്? എട്ടാമത്തെ എഡിഷന് വളരെ ഭംഗിയായിട്ടാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. CM ഇപ്പം വേദിയിൽ ഏതാനും നിമിഷം എത്തിച്ചേരും. ഏതായാലും ഈ വൈകുന്നേരം വളരെ ആക്റ്റീവായിരിക്കും. തീർച്ചയായിട്ടും ഇന്ന് മുതൽ ആക്റ്റീവായിട്ടാണ് ജനങ്ങൾ അടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏതോ സിനിമാ താരം വരുന്നുണ്ടല്ലോ? സിനിമാ താരല്ല, നമ്മളെ പിന്നെ സിംഗറായിട്ടുള്ള അതുൽ തന്നെ 9 മണി. ഓക്കെ, വഞ്ചനാവലില്ലേ ഒന്ന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഈ ശനി ഞായറൊക്കെ ആകുമ്പോഴേക്കും നാളെ മറ്റന്നാളൊക്കെ ആള് കൂടിക്കൊണ്ട് ബീച്ച് ഭാഗത്ത് ഫുള്ള് ഇപ്രാവശ്യം പ്രത്യേകം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള രൂപത്തിലാണ് ഇപ്രാവശ്യം സജ്ജീകരിച്ചത്. വേദികൾ അതിൽ ഇപ്രാവശ്യം ഫ്രണ്ട് സ്റ്റേജിന്റെ മുൻവശോടി 3 കൗണ്ടർ അടിച്ചിട്ടുണ്ട്, വേദികളാക്കിയിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവാണ്. കാരണം എല്ലാവർക്കും അതേമാതിരി ഒരു ബ്ലോക്കും ഇല്ലാത്ത രൂപത്തിൽ നടപ്പാത കംപ്ലീറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. സംഘടകർ വളരെ ശ്രദ്ധാപൂർവമാണ് ഇപ്രാവശ്യം കോർഡിനേറ്റ് ചെയ്തത്. സാബിത്തെ, ഈ KLF-ല് സ്ഥിരമായിട്ട് പങ്കെടുക്കുകയാണല്ലോ, എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? KLF വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം 500-ലധികം ഗസ്റ്റുകൾ പങ്കെടുക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഇവന്റ് എന്നുള്ള നിലയ്ക്ക് KLF എന്നും മികച്ചു നിൽക്കുന്ന ഒരു ഇവന്റ് ആണ്. അതേപോലെ തന്നെ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ആളുകൾ ഇവിടെ കോഴിക്കോട് തലസ്ഥാന നഗരിയിൽ, അതായത് സാഹിത്യ നഗരിയിൽ എത്തുകയും അതേപോലെ ഇവിടെ അവരുടെ ബുക്കുകളെ പറ്റിയും അവരുടെ കാഴ്ചപ്പാടുകളും വ്യക്തമാക്കുന്നതിലൂടെ കോഴിക്കോടുള്ള ആളുകൾക്ക് അവരുടെ ചിന്താശേഷി അതേപോലെ അവരുടെ സംസ്കാരത്തെ കുറിച്ചൊക്കെ നേരിട്ട് അറിയാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വർഷങ്ങളായിട്ട് ഇതിൽ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് എന്നുള്ള നിലയിൽ എന്താണ് ഒരു പ്രത്യേകത തോന്നിയത്? അതായത് ഈ KLF-ൽ കുറച്ചധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് യങ്സ്റ്റേഴ്സിനെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിൽ ഫ്ലീ മാർക്കറ്റ് കൂടി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പരിപാടിക്ക് ശേഷം ഒരു കൾച്ചറൽ ഇവന്റ് എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടി ഒരു കൾച്ചറൽ ഇവന്റ് കൂടി ഇപ്രാവശ്യം അത് ഒരു 8 മണി മുതൽ സ്റ്റാർട്ട് ചെയ്തു. ചിൽഡ്രൻസ് KLF ഉണ്ട്. ഇപ്രാവശ്യം പ്രത്യേക ഒരു സംഭവമാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു KLF ചിൽഡ്രൻസ് KLF. ഏതായാലും നമ്മുടെ സ്ഥാപനത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ വളരെ ആക്റ്റീവായിട്ട് ഇവിടെ ഈ ഒരു 4 ദിവസം വളരെ ആക്റ്റീവായിരിക്കും. നമ്മുടെ സാഹിത്യ നഗരിയാണല്ലോ അല്ലേ? അതെ, യുനെസ്കോയുടെ സാഹിത്യ നഗരിയുടെ പദവി ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് സാഹിത്യത്തിൽ വളരുക തന്നെ ചെയ്യും. KLF ലോഗോയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. വളരെ ആക്റ്റീവാണ് എല്ലാവരും. ഓക്കെ, അങ്ങനെ പതിവ് പോലെ KLF സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ വളരെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ CM നമ്മുടെ KLF-ന്റെ 8th എഡിഷൻ ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ വളരെ നല്ല ഒരു വൈബാണ് ഇവിടെ ഉള്ളത്. ഇനി വെള്ളി, ശനി, ഞായർ ഈ 4 ദിവസങ്ങളിലായിട്ട്. അപ്പോൾ നമ്മുടെ സാഹിത്യ നഗരി, അക്ഷരാർത്ഥത്തിൽ സാഹിത്യ നഗരി എന്നുള്ള ആ വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ KLF ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കണ്ടാലറിയ ആളുകളൊക്കെ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ട് അവിടെയാണ് മെയിൻ വേദി.
ഇപ്പോൾ മെയിൻ വേദി 8ഓളം വേദികളാണുള്ളത്. ഈ ബീച്ചിൽ 8ഓളം വേദികൾ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വളരെ ആക്റ്റീവായിട്ടുള്ള വിവിധ സാഹിത്യകാരന്മാർ പങ്കെടുക്കുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണിത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത് മേളയാണ് ഈ KLF, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ഇപ്പോൾ ഓക്കെ റഷീദ്, എന്താ ചോദിക്കാനുണ്ടോ? ഇപ്രാവശ്യം കുട്ടികളെ കുറച്ചുകൂടി അതെ, ഈ പ്രാവശ്യം കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ഇതിനോടനുബന്ധിച്ച് തന്നെ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. മാത്രമല്ല 8 മണി മുതൽ സാംസ്കാരിക പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും അതിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് നമ്മൾ നൽകുന്നതാണ്. ഓക്കെ, നമ്മുടെ KLFന്റെ ലോ ആൻഡ് ഓർഡർ കൺവീനർ ജ്യോതിഷ് മാഷ് നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ മേളയുടെ സർവ്വ നിയന്ത്രണങ്ങളും അദ്ദേഹത്തിന്റെ കൈകളിലാണുള്ളത്. ജ്യോതിഷ് മാഷ്, KLF സാഹിത്യത്തെ സ്നേഹിക്കുന്ന, കലയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഉത്സവമാണ്. അത് ആരുടെയും നിയന്ത്രണത്തിലല്ല. അത് നമ്മുടെ പ്രത്യേകിച്ച് കോഴിക്കോടിൻ്റെ അക്ഷരനഗരിയുടെ സ്വന്തമാണത്. കാരണം ഇത്രയധികം സാഹിത്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ കേരളത്തിൽ മറ്റ് ഒരിടത്തുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ മാസം മനോരമ ഉൾപ്പെടെയുള്ള വലിയ പ്രസാധകർ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നത്. എന്ന് പറഞ്ഞാൽ സാഹിത്യത്തെ കേൾക്കാനും കലാകാരന്മാരെ കേൾക്കാനുള്ള ഒരു മനസ്സ് കോഴിക്കോടിന് മുമ്പേ ഉണ്ട്. യാതൊരു വിധത്തിലുള്ള മറ്റ് ഈ കലാപ്രകടനത്തെയോ സാഹിത്യ സംവാദത്തെയോ ബാധിക്കുന്ന രൂപത്തിൽ മറ്റൊരു പ്രവർത്തനം ഇവിടെ നടക്കാറില്ല എന്നുള്ളത് കൂടി വസ്തുതയാണ്. കേരളത്തിന് പുറത്തുള്ള ആളുകൾ, അതേപോലെ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾ നിരവധി പേരാണ് ഇവിടെ 7ഉം 8ഉം വേദികളിലായിട്ട് 4 ദിവസം വരുന്നത്. അപ്പോൾ ഇത് കോഴിക്കോടിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു വലിയ ഉത്സവമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സാഹിത്യ ഉത്സവമായി KLF മാറി. അതിൻ്റെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു നമ്മുടെ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള നിലയിലാണ് ഈ 2016 മുതൽ ഈ KLFനെ ഞാൻ നോക്കിക്കാണുന്നത്. വിവിധ ഘട്ടങ്ങളിൽ, അതായത് അതിനുശേഷം ഇന്നോളമുള്ള എല്ലാ KLFലും നമ്മളുണ്ടായിട്ടുണ്ട്. അതുപോലെ പിന്നെ മറ്റ് KLFന്റെ ജനറൽ കൺവീനർ AK അബ്ദുൽ ഹക്കീം മാഷ്, പ്രദീപ് കുമാർ, അതുപോലെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KV ശശി തുടങ്ങിയ ആളുകൾ, ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിയുള്ള നമ്മുടെ സാജിദ് മാഷ്, അതുപോലെ പിന്നെ റഷീദ് സാറും ഒക്കെ അടങ്ങുന്ന, ഇതൊക്കെ TP നസീറും സൂരജ് സാറും ഒക്കെ അടങ്ങുന്ന ലോ ആൻഡ് ഓർഡറിൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് LG ലിജീഷാണ്. സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി പ്രഭു പ്രേംനാഥ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. സുഹൈൽ വടകര, അതുപോലെ ഇജാസ് പാലോളി, വൈശാഖ് കല്ലാച്ചി തുടങ്ങിയ ആളുകളൊക്കെ ഈ വേദിയിൽ, എന്ന് പറഞ്ഞാൽ സർവ്വനിയന്ത്രണവും KLFന്റെ കയ്യിലല്ല, ലോ ആൻഡ് ഓർഡറിന്റെ കയ്യിലല്ല, ജനങ്ങളുടെ കയ്യിലാണ്. നമ്മളതിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതെന്ന് മാത്രം. നമ്മുടെ മേളയിലെ സ്ഥിരം സാന്നിധ്യമായ നൂറുദ്ദീൻ മാഷേ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇത് 8ാം എഡിഷനാണ്. ഏറ്റവും വൈവിധ്യമുള്ള ഏഷ്യയിലെ തന്നെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലായി ഇത് മാറിയിട്ടുണ്ട്. ധാരാളം ആളുകൾ വരുന്നുണ്ട്. വ്യത്യസ്ത വിഷയങ്ങളും വ്യത്യസ്ത വേദികളിലായിട്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവലായി ഇത് മാറിയിട്ടുണ്ട്. ഇവിടെ വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യും. നമ്മുടെ അനൂപ് മാസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. മാഷേ, എന്താണ് KLF ഇങ്ങനെ സ്ഥിരം സന്ദർശിക്കാറുണ്ടോ? നമ്മളെ സംബന്ധിച്ച് കോഴിക്കോട് സാഹിത്യ നഗരമൊക്കെയായി പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തില് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് കോഴിക്കോട് വരുമ്പോൾ എങ്ങനെയാ വരാതിരിക്കുക? നമുക്ക് വരാതിരിക്കാൻ സാധ്യമല്ലല്ലോ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് കോഴിക്കോട്ടുകാരായ നമ്മുടെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ നെഞ്ചേറ്റു. ഇവിടെ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളോ ഇതിലെ ഡെലിഗേറ്റ്സിനെ കുറിച്ചോ ഇവിടുത്തെ അഭിപ്രായങ്ങളോ അതൊന്നും നമ്മൾ നോക്കുന്നില്ല. സൗഹൃദത്തിന്റെ കോഴിക്കോട്, എല്ലാവരെയും സ്വീകരിക്കുക, എല്ലാത്തിനെയും ഉൾക്കൊള്ളുക എന്നുള്ളത് നമുക്കിത് മാറ്റി വെക്കാൻ സാധ്യമല്ല. ഇപ്പൊ നിങ്ങളെ തന്നെ കണ്ട് സന്തോഷം.
അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ ഓക്കെ. വേറെ എന്താണ് പുതിയ വിശേഷം? നല്ല വിശേഷം. പ്രോഗ്രാം കണ്ടോ അതോ? ഇന്ന് നമ്മളെ ശിക്ഷക് സദനില് അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് ശിക്ഷക് സദനുകള് നമ്മളെ അധ്യാപകർക്ക് അന്യമാവുന്നു. അത് ചില രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ചില ആളുകൾക്ക് മാത്രം ലഭ്യമാവുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത്. അപ്പോൾ കേരളത്തിൽ 10 ശിക്ഷക് സദനുകളുണ്ട്, 8 ജില്ലകളിലായി. ഒരു സ്ഥലത്ത് പോലും സാധാരണക്കാരനായ ഒരു അധ്യാപകൻ പോയ റൂം കിട്ടാത്ത സാഹചര്യം. അപ്പൊ അതിനെതിരെ സംഘടനയൊന്നും അല്ല, കേരളത്തിലെ ഏത് അധ്യാപകൻ പോയാലും അയാൾക്ക് റൂം വേണം. അല്ലെങ്കിൽ ഒരു ഡോർമെട്രിയിൽ ഒരു മൂലയ്ക്ക് ഒരു പായും തലയണയും വെച്ച് കിടക്കാനുള്ള സാഹചര്യം വേണം. അത് നമ്മുടെ അവകാശമാണ്. കാരണം കേരളത്തിലെ ഓരോ അധ്യാപകനും 250 രൂപ വീതം കൊടുത്ത് 2 ലക്ഷം അധ്യാപകർ 5 കോടി രൂപയാണ് ഒരു വർഷം അതിലേക്ക് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അവിടെ ഒരു സാധ്യതയില്ല. ഇപ്പൊ KLF നടക്കുക, കോഴിക്കോട് ശിക്ഷക് സദൻ മുഴുവനായിട്ട് KLF വേണ്ടിയിട്ട് കൊടുത്തതാണ്. അത് ശരിയല്ല. KLF കൊടുക്കണം, പകുതി റൂം KLF കൊടുക്കണം. ഇത് ഡോർമെട്രി ഉൾപ്പെടെ മുഴുവൻ സാധനങ്ങളും KLF കൊടുത്തായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പൊ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു അധ്യാപകൻ വന്ന് അയാൾക്ക് KLF കണ്ടാൽ അയാൾ എങ്ങോട്ടേക്കാ പോവുക, എവിടേക്കല്ലാതെ? അപ്പൊ കോർപ്പറേറ്റ് DC ബുക്സ് പോലുള്ള വലിയ കോർപ്പറേറ്റുകൾക്ക് അടിമ വെക്കാനുള്ള അല്ല നമ്മുടെ ഈ ശിക്ഷക് സദനുകൾ. അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് അവിടെ രാഷ്ട്രീയമൊന്നും അല്ല പറയുന്നത്, പൊതുവികാരമാണ്. അവിടെ അതിന് മുന്നിൽ ഒരു ധർണ സമരം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വരിക. അപ്പൊ ഏതായാലും അധ്യാപകരുടെ കാര്യം എല്ലാ കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും വളരെ നല്ല ഒരു നീക്കം. കാരണം അധ്യാപകർ കഴിഞ്ഞിട്ടാണല്ലോ മറ്റുള്ളവർ കൊടുക്കല്. അപ്പൊ നമ്മളല്ലാതെ മറ്റാരും ഇല്ല. നമ്മുടെ ഒരു കൂട്ടായ്മയും സ്നേഹമാണ് നമ്മളെ ഈ തീർച്ചയായും. അപ്പൊ ഓക്കെ മാഷേ. പിന്നെ KLF താങ്കൾ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പൊ എന്താണ് ഇപ്പൊ ഇന്നത്തെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഒരു പ്രത്യേക എന്ത് ഫീലിംഗ് ആണ് താങ്കൾ അനുഭവിക്കുന്നത്? അല്ല, നിറഞ്ഞു നിൽക്കുക എന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം ലോ ആൻഡ് ഓർഡർ ആണ്. അത് നമ്മൾ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. പക്ഷെ ഞാനിതിൽ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു മതേതരത്വ സ്പേസ് ആയിട്ട് ഞാനിതിനെ കാണുന്നുണ്ട്. കാരണം ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള സംഗീത താല്പര്യമില്ലാതെ എല്ലാ മനുഷ്യരും ഒത്തുചേരാനുള്ളൊരു ഇടമായിട്ട്, അതുപോലെ തന്നെ ജെൻഡർ ഈക്വാലിറ്റി, അതുപോലെ തന്നെ പുതുതലമുറയിലെ കുട്ടികൾക്ക് സാഹിത്യത്തോടും പുസ്തകത്തോടും ഒക്കെയുള്ള അഭിരുചി വെളിവാക്കുന്ന, സത്യം പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഭയമില്ലാതെ കുറേ മനുഷ്യർ ഇങ്ങനെ ഒരുമിച്ച് ചേരുന്ന ഒരിടം, അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇതിനു മുമ്പ് സമാനമായിട്ടുള്ള മറ്റേതെങ്കിലും പ്രോഗ്രാം പങ്കെടുത്തിട്ടുണ്ട്? അല്ല, നമ്മൾ ഇപ്പോൾ തുടർച്ചയായിട്ട് KLF ഭാഗമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ വർഷമാണ് ഇതിൻ്റെ സംഘാടക സമിതിയിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് കുറെ കൂടിയൊക്കെ അതുമായി അടുത്ത് നിൽക്കാനും ഉള്ള അവസരം ഉണ്ട്. മികച്ച സംഘാടനമാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, പ്രശ്നമല്ല, ഒരു പോസിറ്റീവ് സെൻസ് എന്ന് പറഞ്ഞാൽ, ഇത് ആരും ഏറ്റെടുക്കുകയല്ല, എല്ലാവരും ഏറ്റെടുക്കുന്നു എന്നുള്ളത്. കാരണം വളരെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും വ്യത്യസ്ത സ്വഭാവ രീതികളാണെങ്കിൽ പോലും ഒരു പ്രശ്നങ്ങളോ അല്ലെ കലഹങ്ങളോ ഒന്നുമില്ലാതെ എല്ലാ മനുഷ്യരും അവരുടേത് എന്നുള്ള തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് കാണുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇന്നിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി വരും ദിവസങ്ങളിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ ജനബാഹുല്യം ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ തിരുവനന്തപുരത്തെ ഫിലിം ഫെസ്റ്റിവൽ പോലെ, ഗോവയിലെ ഫിലിം ഫെസ്റ്റിവൽ പോലെ കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനകീയമായ ഒരു ഉത്സവമായി KLF മാറി എന്നുള്ളതാണ് ഏറ്റവും. ഓക്കെ. അപ്പോൾ നേരത്തെ മനോരമയുടെ പ്രോഗ്രാം ഇവിടെ നടന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് ഹോർത്തൂസ് മലയാള മനോരമ നടത്തി, അത് സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിയ ഒരു പ്രോഗ്രാമായിരുന്നു. പക്ഷേ ഇത് KLFനെ സംബന്ധിച്ചിടത്തോളം DC ബുക്സിന്റെ നേതൃത്വമാണെങ്കിലും സാംസ്കാരിക സമിതിയുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷ സഹയാത്രികരുടെയും അതുപോലെ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ മനുഷ്യസ്നേഹികളുടെയും ഒക്കെ ഒരു കൂട്ടായ്മ, ഒരു ജനകീയ കൂട്ടായ്മ ഇതിന് പിന്നിലുണ്ട്. മറ്റേതൊരു PR വർക്ക് പോലെയുള്ള പ്രതീതി. പക്ഷേ അത് വിചാരിച്ചിട്ട് ഓർത്തൂസിനെ ഞാൻ വിമർശിക്കാനോ കുറ്റം പറയാനൊന്നുമല്ല. അതും ഒരുപാട് ജനങ്ങൾ വന്ന് കണ്ട, ഒരുപക്ഷെ കോഴിക്കോടിനെ അടയാളപ്പെടുത്തിയ ഒരു സംവിധാനമായിരുന്നു. പക്ഷെ അതിൽ വ്യത്യസ്തമായിരുന്നു എന്ന് പറയുന്നത്, ഇത് അത്തരത്തിലുള്ള വേദികളാണെങ്കിൽ പോലും
ആ വേദികളൊക്കെ ജനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ജനകീയമായ ഒരു കൂട്ടായ്മയായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. ഏതായാലും തുടക്ക ദിവസത്തിൽ തന്നെ വൻ ജനാവലിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ശനി ഞായറൊക്കെ ആളുകൾ ഇങ്ങോട്ട് ഒഴുകി എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ പ്രധാനമായിട്ടും നമ്മൾ ആ KLFന്റെ ബുക്ക് ഷോപ്പ് അല്ല DC ബുക്സിന്റെ അടുത്ത് തന്നെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ആ പുസ്തക ചന്ത അങ്ങനെ നിരവധി 7ഓളം വേദികളില്ലേ? ഓക്കെ അപ്പോൾ ഓക്കെ, പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒന്നാമത് ഇതൊരു ജനകീയ ഉത്സവമായിട്ട്, കാരണം പ്രത്യേകിച്ച് ഇവിടെ ഫുഡ് ഹബ്ബുകളുണ്ട്, അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന സ്റ്റാളുകളുണ്ട്, പുസ്തകങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് ഈ രാത്രി നിങ്ങൾ കണ്ടില്ലേ, ഒരു പ്രായ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും ഒഴുകുകയാണ് ബീച്ചിലേക്ക്. അപ്പോൾ അങ്ങനെ ഒഴുകുന്ന ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് അവരുടെ മനസ്സ് സൂക്ഷിക്കുന്ന ഒരു ഒത്തുചേരലിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ കൃത്യമായ ആ ഒത്തുചേരലിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ കാണുന്നതെന്ന് പറയാൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. പോലെ കേരളത്തിന്റെ നഗരിയിലാണ്, ഊഷ്മളമായ എന്താ പറയാ, വല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ്. ഇവിടെ വന്നപ്പോ ഒരു സംശയം, ഇത് വല്ല കോഴിക്കോടിന് പകരം വല്ല യൂറോപ്പിലെങ്ങനെ എത്തിയ പ്രതീതി അവിടെ വന്നപ്പോ. റഷ്യ? യു മീൻ റഷ്യ? നോട്ട് റഷ്യ, ഐ മീൻ യൂറോപ്പ്, എനി കൺട്രി. KLFന്റെ 9 മണി ബീച്ചിലെവിടെയല്ലേ? ഞങ്ങളിവിടെ ഫുള്ള് ഷൂട്ടിംഗാണെന്ന് തോന്നുന്നു. അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടായിരിക്കുകയാണോ? ഞാൻ റോഡ് മേലാണുള്ളത്. കാണാം. ശരി ശരി. പോസ് ചെയ്തോ. താങ്കൾ ബുക്ക് സ്റ്റാൾ സന്ദർശിച്ചോ? യെസ്. എന്താ തോന്നുന്നത്? പുസ്തകം എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ അക്ഷരങ്ങളും വലിയൊരു വിശാലമായ ലോകത്തോടുള്ളൊരു യാത്രയാണ്. പറയൂ. ഈ പുസ്തകശാല സന്ദർശിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ബുക്ക് സ്റ്റാളുകളൊക്കെ സന്ദർശിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ഇപ്പോൾ TBSഉം DC ബുക്സും മാതൃഭൂമി ബുക്സും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുക, അവിടുത്തെ പുസ്തകങ്ങളൊന്നും നോക്കുക. പിന്നെ വായന PDF രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും ഇന്നും പുസ്തകങ്ങൾ വാങ്ങി വെക്കാൻ ഒരു ആവേശം. ആ പുസ്തകം ഒരു PDF ബുക്ക് കയ്യിലുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ഫിസിക്കൽ ബുക്കും കൂടി വാങ്ങി വെക്കാനുള്ള ഒരു ഇഷ്ടമുണ്ട്. കാരണം നമ്മൾ ഒരു ഗർഭസ്ഥ ശിശുവും ആ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ഫോട്ടോവും നമ്മൾ ഒരുപോലെ അല്ലല്ലോ. അല്ലെങ്കിൽ അതുപോലെയാണ് ഈ പുസ്തകങ്ങളും PDF തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഒരു പുസ്തകം അവിടെ വാങ്ങി വെക്കാം, PDF വായിക്കാം.
ആ പുസ്തകം അവിടെ വീട്ടിലിങ്ങനെ ഷെൽഫിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അലങ്കാരമാണ്. ഇപ്പോൾ ഈ DC ബുക്സിൻ്റെ ഈ ഒരു സ്റ്റാളിലൂടെ ഈ കേരള ബുക്ക് ഷോപ്പിലൂടെ വന്നപ്പം എനിക്ക് അനുഭവങ്ങൾ അങ്ങനെയാണ് തോന്നിക്കുന്നത്. എൻ്റെ ഒരുപാട് നല്ല പുസ്തകങ്ങളെ തലോടി നടന്ന ആ ഒരു കാലഘട്ടത്തിലൂടെ ഒരിക്കൽ കൂടി ഒന്ന് ഒഴുകി അലിഞ്ഞ് ചേർന്ന് വരാൻ പറ്റി എന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു സുഖം എന്ന് പറയുന്നത്. പുസ്തകം വാങ്ങിയോ? പുസ്തകം ഞാൻ വാങ്ങിയിട്ടില്ല, കാരണം ഞാൻ പലപ്പോഴും പുസ്തകങ്ങൾ വാങ്ങി ഷെൽഫിൽ ഒതുങ്ങി പോവുകയാണ്. ഞാൻ വായനയുണ്ട്, PDF രൂപത്തിലാണ് ഇപ്പോൾ പുസ്തകങ്ങൾ വായിക്കുന്നത്. ഇപ്പോൾ സാംസങ്ങിൻ്റെ 12 ഇഞ്ച് ടാബിൽ വെച്ചിട്ട് വായിക്കും. PDF രൂപത്തിൽ ഞാൻ പലപ്പോഴും വിദേശ പുസ്തകങ്ങൾ പോലും ഡെയിലി വായിക്കുന്നുണ്ട്. ഫ്രഞ്ച്, ഇപ്പോൾ റഷ്യൻ പുസ്തകങ്ങൾ ഒരുപാട് ഞാൻ വായിച്ചു. അതൊക്കെ നമ്മൾ ChatGPT വെച്ചിട്ട് അതിനെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മളെന്ത് ചെയ്യും, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, അതിൽ നിന്ന് പാരലൽ കണ്ടൻസ് ഉണ്ടാക്കും. അപ്പോൾ അതുപോലത്തെ ഒരു ഈസിനെസ് വെച്ചുകൊണ്ട് നമ്മൾ PDF-ലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പുസ്തകങ്ങൾ പലതും വാങ്ങുന്നു, വായിക്കുന്നില്ല. പുസ്തകം പിന്നെ ഓഡിയോ പുസ്തകങ്ങൾ സന്ദർശിച്ചല്ലോ, അപ്പോൾ താങ്കൾ പറയുന്നത് ഡിജിറ്റൽ ആയിട്ടാണ് വായിക്കുന്നത്. അതെ, ഞാൻ പുസ്തകങ്ങളിലേക്ക് താങ്കൾ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. തിരിച്ചു പോകാൻ ഇനിയൊരു ആഗ്രഹം എനിക്കില്ല. കാരണം നമ്മൾ ലേറ്റസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടെക്നോളജിക്കലി അപ്ഡേറ്റ് ആകുമ്പോൾ ഇപ്പോൾ ഓഡിയോ ബുക്കുകൾ, എന്നെ സംബന്ധിച്ചുള്ള ഒരു ഓഡിയോ ബുക്ക്, ഞാനിപ്പം ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്ക് 2 മണിക്കൂറോളൊക്കെ യാത്ര ചെയ്യാനുണ്ടാവും. ഈ 2 മണിക്കൂറിൽ × 2 സ്പീഡിൽ 4 മണിക്കൂർ കൊണ്ട് ഞാൻ പലപ്പോഴും പുസ്തകങ്ങൾ കേട്ട് തീർക്കും. ഇതേ പുസ്തകം ഞാൻ വായിക്കണമെന്ന് വിചാരിച്ചാൽ ഇത് എനിക്ക് പറ്റൂല. അതിനുവേണ്ടി എനിക്ക് സമയം കണ്ടെത്താൻ ഉണ്ടാവില്ല. പക്ഷേ പുസ്തകങ്ങൾ കേൾക്കാൻ നമുക്ക് ഒരുപാട് സമയമുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പം നമുക്ക് ഓഡിയോ ബുക്കുകളാണ് ഇപ്പം ഞാൻ കൂടുതലും വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാസം 2, 3, 4 പുസ്തകങ്ങൾ വരെ. ലേറ്റസ്റ്റ് ഞാൻ വായിച്ചൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ 5 AM ക്ലബ്ബ് വായിച്ചു. പിന്നെ ഞാനിപ്പം അല്ലല്ല ഇംഗ്ലീഷ് സെറ്റിൽ ആർട്ട് ഓഫ് നോട്ട് ഗിവിങ് എ ഫക്ക് എന്ന പുസ്തകം വായിച്ചു. പിന്നെ ഞാൻ സ്ഥിരം വായിക്കാറില്ല പല പുസ്തകങ്ങൾ. അത് 7 ഹാബിറ്റ്സ് ഞാനൊരു 20 പ്രാവശ്യമൊക്കെ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഞാനിപ്പോൾ അടുത്ത് വായിച്ചൊരു ബുക്ക് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു ബുക്കാണ്. ടൈറ്റിൽ ഞാൻ മറന്നുപോയി. അത് നല്ലൊരു ബുക്കാണ്. അതുകൊണ്ട് ഇൻക്രെഡിബിള്, ഇങ്ങനത്തെ ഒരുപാട് ഓഡിയോ ബുക്സ്. ഞാൻ ഓഡിബിളിൽ എല്ലാ മാസവും സബ്സ്ക്രൈബർ ആയതുകൊണ്ട് മാസത്തിൽ ഓരോ പുസ്തകം എനിക്ക് കിട്ടും. പിന്നെ നമ്മൾ ഈ ആളുകൾ ലേഖകരും എഴുതിയ ആളുടെ ഒപ്പിട്ട് വാങ്ങുന്നുണ്ട്. നല്ലൊരു ഇതാണ്. നമ്മള് ആ ഒരു ഓതറോടുള്ള ആ ഒരു സ്നേഹം, അവരുടെ മനസ്സിലുള്ള സ്ഥാനമാണ് അവിടെ കാണിക്കുന്നത്. ആ ഒരു ഒപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലേഖകന് നേരിട്ട് കൊടുക്കുന്ന ഒരു ഇതാണ്, ഒരു എഴുത്തുകാരന്റെ. താങ്കൾ നേരത്തെ ഒരു പുസ്തകം പ്രകാശൻ അതെ, ഞാൻ പുസ്തകം എന്ന് പറഞ്ഞാൽ ഞാനത് ഫിസിക്കൽ ബുക്കായിട്ടല്ല ഞാൻ റിലീസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ എഴുതാനുള്ള കണ്ടൻസ് എൻ്റെ വീഡിയോകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ സ്ക്രിപ്റ്റ് രൂപത്തിൽ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എന്ത് ചെയ്യാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒരു എഫോർട്ട് എടുത്തൊരു പുസ്തകം എഴുതേണ്ട ആവശ്യമില്ല. എൻ്റെ ഓൾറെഡി കണ്ടൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്തതിന് ഞാൻ ഉപയോഗിച്ച സ്ക്രിപ്റ്റുകൾ പലപ്പോഴും ഞാൻ സാജിദ് മാഷ് പല സ്കൂളുകളിലും എന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ഓരോ സ്കൂളിന് വേണ്ടിയും വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാരണം ഇന്ന് നമ്മൾ പഴയതുപോലെ തന്നെ നമ്മൾ കുത്തിയിരുന്ന് എഴുതണം എന്ന് വിചാരിച്ചാൽ ഒരു പുസ്തകം എഴുതാൻ നമുക്കൊരു വർഷം എടുക്കും. അതേസമയം നമ്മൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു വർഷം എടുത്ത് എഴുതേണ്ട ഒരു പുസ്തകം നമുക്ക് 2-3 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു പുസ്തകം വായിക്കുന്നു, ആ പുസ്തകം ഇപ്പോൾ ഒരു സെൽഫ് ഹെൽപ്പ് ബുക്ക് വായിക്കുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ ഒരു സ്പാനിഷ് ബുക്ക് വായിക്കാം. ഇവിടെ ഒരുപാട് ഫ്രഞ്ചുകാരുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് ബുക്ക് വായിക്കാം. അതിൻ്റെ കോപ്പി എടുക്കുന്നു, ആ PDF എടുക്കുന്നു, അതിനെ നേരെ നമ്മൾ ChatGPT-യിലേക്ക് കൊടുക്കുന്നു. ChatGPT നമുക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഐഡിയാസ്, കൺസെപ്റ്റ് ഒക്കെ നമുക്ക് തരുന്നു. ആ കൺസെപ്റ്റ് വെച്ച് നമ്മൾ ചിന്തിക്കുന്നു, ആ ചിന്തക്കനുസരിച്ച് നമ്മുടേതായ ഒരു കൺസെപ്റ്റ് രൂപപ്പെടുന്നു. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ക്രിയേറ്റിവിറ്റിക്ക് മനുഷ്യന് ഒരുപാട് സാധ്യതകളുള്ള ഒരു സമയമാണ്. കാരണം ഈ ക്രിയേറ്റിവിറ്റിക്ക് നമ്മൾ ടെക്നോളജി കൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ പഴയതിൽ തന്നെ പിടിച്ചു തൂങ്ങി നിൽക്കണം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് അപ്പോൾ ഏതായാലും ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. താങ്കളുടെ ഡിജിറ്റൽ പുസ്തകം ഉടൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഈ പുസ്തകം എല്ലാവർക്കും 100% ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ ആ ക്ലാസ് എടുത്തപ്പം തന്നെ ആ നല്ലൊരു കയ്യടിയാണ് എനിക്ക് അവിടുന്ന് രക്ഷിതാക്കളുടെ അടുത്ത് കിട്ടിയത്. നിങ്ങളെ ക്ലാസ് നല്ലതായിരുന്നു എന്ന് അവർ പറഞ്ഞത് എല്ലാവരും കൊണ്ട് പറയിപ്പിക്കാമെന്നല്ല, പാരൻറ്റിങ് മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ പുസ്തകം ഫ്രീ ഓഫ് കോസ്റ്റ് ആക്കുന്നത്. കാരണം എന്താണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആകുമ്പം എല്ലാവരും അത് വായിക്കാൻ തുനിയുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കാരണം നമുക്കൊരു പ്രചോദനം, നമുക്കൊരു ഇത് ഉണ്ടാക്കണമെങ്കിൽ നമ്മളത് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കണം. മലയാളത്തിലായിരിക്കും. പേരൊന്നും പറയൂ. സ്മാർട്ട് പാരന്റിംഗ് ഇൻ സ്മാർട്ട് ഫോൺ ഏജ്.
പിന്നെ ന്യൂറോ സയൻസ് ഓഫ് പാരന്റിങ്. ഇതിന് ഒരുപാട് വിഷ്വൽസ് ഞാൻ ChatGPT ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ChatGPT ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ കേരളത്തിൻ്റെ ഒരു സാധ്യതയ്ക്കനുസരിച്ചുള്ള വിഷ്വൽസ്, അതിൻ്റെ മുഖചിത്രം, അതിൻ്റെ കാർട്ടൂണുകൾ, ഇതൊക്കെ ChatGPT ചെയ്തു തരും. അതുകൊണ്ട് നമുക്ക് ഒരാളെ ഡെലിഗേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ തന്നെ അത് ക്രിയേറ്റിവിറ്റിയുടെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഫ്ലാറ്റിനുള്ളിൽ എങ്ങനെ കയറി? ഹലോ ഹലോ റഷീദ്, താങ്കൾ പ്രകാശ് രാജുമായി സംസാരിച്ചോ? സാറിന് നല്ല അടിപൊളി നാടകമായിരുന്നു ഇപ്പോൾ നടന്നത്. ജനകീയമായ രൂപത്തിൽ അതും ഗംഭീര നാടകം നടന്നത്. അതെ അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ നോട്ട് വളരെ പോസിറ്റീവാണ്. പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവയർനെസ് കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അത് വളരെ എന്താ അർത്ഥവത്തായ കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളും വെച്ചിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. കർഷകരെ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ. ഇപ്പോഴുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അദ്ദേഹം വിവരിച്ചു. അതൊക്കെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്ബോധം സൃഷ്ടിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാകുന്ന അദ്ദേഹം ആ നാടകത്തിൽ തന്നെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഒരു കഥാപാത്രത്തെ. കൊട്ടിക്കലാശം ഗംഭീരാവൂല്ലേ? തീർച്ചയായിട്ടും അടിപൊളി. ഹരീഷ് സാറിൻ്റെ പരിപാടിയാണ് അടുത്ത സ്റ്റേജിൽ നടക്കാൻ പോകുന്നത്. ഗംഭീര പരിപാടിയാണ്, നല്ല മ്യൂസിക് ഇവൻ്റാണ്. അതോടെ ഇന്നത്തെ പരിപാടി അവസാനിക്കുന്നതാണ്. ഇനി അടുത്ത കൊല്ലം 9ാമത്തെ എഡിഷൻ ആയിരിക്കും ഉണ്ടാവുക. താങ്ക് യു. എന്താണ് പുസ്തകം, എന്താ ഇവിടെ ഇഷ്ടപ്പെട്ടോ? ജനങ്ങളുടെ ജനപ്രാതിനിധ്യം, സാഹിത്യ നഗരി അക്ഷരാർത്ഥത്തിൽ ആനന്ദത്തിൽ ആറാടിക്കൊണ്ടിരിക്കും. യെസ് യെസ് യെസ്. വലിയ ജനങ്ങൾക്ക് വലിയ പ്രോത്സാഹനം
ഇപ്രാവശ്യത്തെ KLF സമാപനം സമാപിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ വർഷത്തെ KLF സമാപിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വർഷം കാണാം. ഗായകൻ വളരെ ഗംഭീരമായിട്ടൊരു പ്രോഗ്രാം ആയിരുന്നു. ഓക്കെ ഇതിനേക്കാൾ ഗംഭീരമായി വീണ്ടും കാണാം. ബൈ ബൈ അല്ലേ?